മഞ്ഞിൽ പതിഞ്ഞുപോയ പാദമുദ്രകളെ തേടി ഒരുവളുടെ തനിച്ചുള്ള യാത്രയാണിത്. നമ്മൾ നനച്ചതിനേക്കാൾ നിഗൂഢമാണ് മഞ്ഞ്. എന്തൊക്കെയാണ് അവൾക്ക് കൂട്ടുപോകുന്നത്? നെരിപ്പോട് പോലെ കത്തുന്ന ഒരോർമ്മ, പ്രാർത്ഥന പോലെ ഒരു പ്രണയം, ദിശ കാട്ടാനായി ബോധിസത്വന്റെ നക്ഷത്രം, അടക്കിയ നിലവിളി. ഉള്ളിൽ പതിഞ്ഞതിന് എന്തൊരു വിലയാണ് മനുഷ്യർക്ക് നൽകേണ്ടി വരുന്നത്? ഉള്ളിൽ പതിഞ്ഞുപോയ സ്നേഹത്തെ, ഉള്ളിൽ പതിഞ്ഞുപോയ നൊമ്പരത്തെ തേടിയുള്ള ഒരു യുവതിയുടെ യാത്രയാണിത്. വേദനിക്കുന്ന ഒരു പെണ്ണിന്റെ യാത്രയാണിത്. മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട മനോഹര സുന്ദരമായ ഒരു നോവൽ. മലയാള സാഹിത്യം കണ്ട ഏറ്റവും മികച്ച ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഈ പെണ്ണ്, ഗോപ. ഈ നോവൽ സ്നോ ലോട്ടസ്, സോണിയ ചെറിയാന്റെ മനോഹരമായ നോവൽ. മിത്തും റിയാലിറ്റിയും കാവ്യബോധത്തോടെ ഇണചേർന്നുകൊണ്ട് എഴുതിയ നോവലെന്ന് ഇതിനെ പറയാനാവും. ബുദ്ധിസവും ടിബറ്റിന്റെ നൊമ്പരവും ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതൊരു പാൻ ഇന്ത്യൻ നോവലാണെന്ന് തന്നെ വിശേഷിപ്പിക്കാം. പട്ടാളക്കഥകളിൽ മഞ്ഞിന്റെ നൊമ്പരം അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അത്തരം ഓർമ്മകളാണ് ഈ പുസ്തകത്തിലുള്ളത്. സാഹസികതയുടെ, യാത്രാ വിവരണത്തിന്റെ, ഹിസ്റ്ററിയുടെ കൂട്ടുകെട്ട് ഈ നോവലിനെ ദൃഢമാക്കുന്നു, മനോഹരമാക്കുന്നു. വായിച്ചാലും വായിച്ചാലും ഓർത്താലും മതിയാവാത്ത പുസ്തകങ്ങളുടെ കൂട്ടത്തിലാണ് ഈ പുസ്തകത്തെ ഞാൻ ചേർത്ത് വെക്കുന്നത്. തീർച്ചയായും വായിക്കുക സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ്.